ചെന്നായ ആക്രമിക്കാൻ പോണം നമ്മളാവിനെ. അതിനെ കൊന്നാളയോ അല്ലേ? പാലും വെള്ളത്തിലേക്ക്. അയ്യോ അവൻ ഡേഞ്ചറാണ്. 100 തന്നില്ലടാ. എന്റെ ദൈവം, അപ്പൊ എന്റെ വണ്ടി മൊത്തം ഒരക്കോട്ടെ ഇവന്മാര്. ഹായ് ഗായ്സ്, കൊച്ചി റൈഡറിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മ നേരെ മൂന്നാർ വഴി വട്ടവടയിലേക്ക് കണ്ടു പോകുന്നത്. വട്ടവടയിലുള്ള ഒരു കിടിലൻ സ്റ്റേ ആണ്ടാ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഗൈസ്, നമ്മ വട്ടവടയിൽ പോണ വഴിയാണ്ടാ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കണ്ടാ കണ്ടാ. അങ്ങനെ നമ്മ ഫസ്റ്റ് ടൈം ആണ്ടാ വട്ടവടയിൽ പോകുമ്പോൾ ആനനെ കാണുന്നത്. മച്ചാൻ ഇവിടെ ഇരുന്ന് നല്ല ഫുഡ് അടിയാണ്ട. നമ്മുടെ ട്രിപ്പിൽ പിന്നെ എപ്പോൾ പോയാലും ആന മസ്റ്റായിട്ട് ഉണ്ടാവും. ഇപ്പം നമുക്ക് ലക്കുണ്ട് ഗൈസ്. അത് നമ്മൾ ഈ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മ ആനയുടെ മുമ്പിലേ വന്ന് ചാടുള്ളൂ. കണ്ടാ ഇപ്പം ആന ഇരിക്കണണ്ട, എൻ്റെ കയ്യിലയക്കണ ആന കണ്ടാ. ഓ, ഇവിടെ 2 കൂടി ഇരിക്കണേട്ടാ ഗൈസ്. യെസ്, അടിപൊളി. മൊത്തം 3 ആനയുണ്ട്. 1 2 3. ആനയോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്ത് പോണേണ്ട. നേരെ വട്ടവടയിലേക്ക് കണ്ട ഒരു കിടിലൻ സ്റ്റേ ആയിരിക്കും നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തി പോകണത്. എല്ലപ്പട്ടി എത്തിയിട്ടാ. എല്ലപ്പട്ടി അത് ഒരച്ചണ്ട് പോണണ്ട. ആ വണ്ടിയിലില്ലേ ആ കൊമ്പ് വെച്ച് അത് ഒരച്ചി. എന്റെ ദൈവം, അപ്പൊ എന്റെ വണ്ടി മൊത്തം ഒരക്കോട്ടെ ഇവന്മാര്. നമ്മ എല്ലപ്പെട്ടി എത്തിയിട്ടാ. എല്ലപ്പെട്ടിയിൽ ഇവിടെ ഒരു ചായ ഉണ്ട്. ആ ചായക്കടയിൽ പോയി ചായയൊക്കെ കുടിക്കട്ടെ നമുക്ക്. നൈസ് ചായക്കട. സ്റ്റോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റോഡ് ഭയങ്കര മോശമുണ്ടാ ഗൈസ്. നമ്മളങ്ങനെ വട്ടവട ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാ. നമ്മളിന്ന് പോകുന്നത് വട്ടവടയില ഒരു ഫോറസ്റ്റ് സ്റ്റേയിലേക്കാണ്ടാ. ഞങ്ങൾ ബുക്ക് ചെയ്യാണ്ടാ വന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് റൂം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കയറാം, പക്ഷേ നമ്മുടെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റേ ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പാസ് എടുക്കണം. ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോട്ടാ. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടാ. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. യെസ്, വട്ടവട. വട്ടവട ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഉണ്ടാ നമ്മുടെ സ്റ്റേ വരുന്നത്. നമ്മൾ കേറുമ്പോ തന്നെ കാട്ടുപോത്തിനെ കണ്ടിട്ടാ. വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു പുൽമേട് കാണാൻ പറ്റും. അവിടെ നിന്നും റൈറ്റിൽ കാണുന്ന ഒരു വഴിയിലൂടെ കയറുമ്പോഴാണ് നമ്മ ഇന്ന് താമസിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാട്ടിലെ കൊട്ടാരം എന്ന് തന്നെ പറയാം. അടിപൊളി ഒരു സ്റ്റേ ആണ്. ആക്ച്വലി ഒരു പ്ലാനില്ലാത്ത യാത്രയായിരുന്നു. കാടിനോട് ചേർന്നിരിക്കണ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഞങ്ങൾ നോക്കി വന്നത്. അപ്പോൾ വട്ടവടയിൽ ടോപ്പ് സ്റ്റേയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞെയ്തു 1-2 പ്രാവശ്യം ഛർദ്ദിച്ചു. എല്ലാവരും ഛർദ്ദിച്ചായിരുന്നു വണ്ടിയിലിരുന്ന്. കുഞ്ഞെയ്ത് ഛർദ്ദിക്കണുണ്ടപ്പോൾ എല്ലാവർക്കും ടെൻഷനായി. സോ തൊട്ടടുത്തുള്ള സ്റ്റേ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ചിന്നാറുള്ള നമ്മുടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ സാറുണ്ട്. അപ്പോൾ ആ സാറിനെ വിളിച്ച് ചോദിച്ചു, നമ്മൾ കമ്പനിയാണ്. അപ്പോൾ പുള്ളീനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളീൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടുത്തെ റേഞ്ചിലുള്ള ആരെങ്കിലോട് സംസാരിച്ച് നോക്ക്, അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് സെറ്റാക്കി തന്നതാണ്ട ഇത്. ഇവിടെ 5 പേർക്കും കൂടി കിടക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതുകൂടാതെ അതിൻ്റെ മേളിലോട്ടൊക്കെ സ്റ്റേ ഉണ്ട് കേട്ടോ. കണ്ടോ, ആ സ്റ്റേ ഒക്കെ നമുക്ക് ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. അതായത് മൂന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഒരു സൈറ്റ് ഉണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു പാമ്പാടം ശോലയിലുള്ള കുറച്ച് ഫോറസ്റ്റ് സ്റ്റേ ആണ് ഈ കാണുന്നതൊക്കെ. മനസ്സിലായോ? അതായത് നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതാണ് വട്ടവട. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ ടോപ്പ് സ്റ്റേഷൻ. അതായത് നമ്മുടെ കാട് കഴിഞ്ഞ് ഫസ്റ്റത്തെ ഒരു പുൽമൈതാനത്തിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ താമസിക്കാൻ 6400 റുപ്പീസാണ് നമ്മുടെ ഇന്ന് അയക്കണത്. അതായത് 5 പേർക്കാണ് 6400 റുപ്പീസ് വരുന്നത്. 5 ബെഡ് ഉണ്ട്. അത് 2 റൂമായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കോട്ടേജ് ഒരേ കോട്ടേജസിനും ഒരേ നെയിം ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറിഞ്ഞി, സിയാത്ത, അങ്ങനെ കുറേ നെയിം ഇട്ടിട്ടുണ്ട്. പിന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ കാട്ടുപോത്തിനെ കാണാൻ പറ്റും. ഇപ്പോൾ കാട്ടുപോത്ത് ആ ഒരു സൈഡിലാണ് നിൽക്കണേ കേട്ടോ. ഗൈസ്, നമ്മുടെ ആനവണ്ടി പോണ പോക്കേട്ടാ
വാവ്, പണ്ട് ആനവണ്ടിന്ന് ഞാൻ ആലോചിക്കുമായിരുന്നിട്ടാ ഇവിടെ ഒരു ദിവസം എനിക്ക് സ്റ്റേ ചെയ്യണമെന്ന്. ഇപ്പൊ അതേ വച്ചാൻ ഇതിലേക്ക് കൂടി പോണ്. ഞാനിവിടെ സ്റ്റേ ചെയ്ത്, അത് നമ്മുടെ വണ്ടിയുടെ ഒപ്പം. ഗൈസ്, നമ്മ ഇവിടെ ചപ്പാത്തിയും മുട്ടക്കറിയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് വട്ടവടയിൽ പോയിട്ട് ഫുഡ് മേടിച്ചിട്ട് വരാട്ടെ ഇങ്ങോട്ട്. ഗൈസ്, അപ്പോൾ ഫാരിഷാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ സൈഡിൽ നിന്ന് ഷൂട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ ഇവിടം വരെ വന്നിട്ട് വട്ടവടയിലേക്ക് പോയിട്ടില്ല. അവിടെ കുറേ കരിങ്കുരങ്ങ് നിൽക്കണ്ടിട്ടാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കൂടുതലും സൈറ്റിങ്സ് ഉള്ളത് നമ്മുടെ കാട്ടുപോത്താണ്. പിന്നെ നമ്മൾ വന്ന വഴിക്ക് ആനനെ കണ്ടായിരുന്നു. അപ്പോൾ 3 ആനയും ഇനി ബാക്കി കാട്ടുപോത്തും പിന്നെ കുറച്ച് കരിങ്കുരങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഒരു വൈൽഡ് ലൈഫ് വീഡിയോയിൽ. പിന്നെ മച്ചാന്മാരെ, ഞാൻ കൂടുതലും ചെയ്യുന്നത് നമ്മുടെ ടാക്സി ലൈഫ് വീഡിയോസാണ്. അതിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴാണ് ഇതേപോലത്തെ വൈൽഡ് ലൈഫ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യമുണ്ട് നമുക്ക്. കരിങ്കുരങ്ങ് പോകണ കണ്ട, അത് ചാടി പോകണം. അടിപൊളി മച്ചാൻ്റെ ചാട്ടം നോക്കി. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ റോട്ടിൽ കൂടി പോണതാണ്. വാവ്, എൻ്റെ മോനെ പൊളിച്ച് സാധനം ഓടി കേറി അടിപൊളി. ഇപ്പൊ നമുക്ക് ഇനി പോയിട്ട് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ചപ്പാത്തിയും മുട്ടക്കറിയും മാത്രമേ ഉള്ളൂ. കുറച്ച് അങ്ങോട്ട് പോയി നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. നമ്മുടെ കുഞ്ഞേതിന് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അവന് ഒന്ന് ചൂടുവെള്ളമൊക്കെ വെച്ച് മുഖമൊക്കെ തുടച്ച് അവന് ഉഷാറായി. അവനിപ്പോൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ തണുത്തിട്ട് തുള്ളിച്ചാടണേണ്ട. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് കൂടി വരുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്ട. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭയങ്കര ഉണങ്ങിയിരുന്നിട്ട് സൈഡൊക്കെ ഫുള്ള് കത്തിച്ച് വിട്ടേക്കണ ഒരു സംഭവമായിരുന്നു ഞാൻ കണ്ടത്. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു 6 മാസം പോയിട്ടാ ഈ വട്ടവടയൊക്കെ വന്നിട്ട്. ഇപ്പോൾ കുഴപ്പമില്ല, പച്ചപ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ. യുക്കാലിപ്സ് അല്ലേ, യുക്കാലിപ്സ് മരമാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. വട്ടവടയിലേക്ക് ഒരു 5 കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന്. അതായത് കോവിലൂരിലേക്കാണ് പോണത്. അങ്ങനെ നമ്മുടെ വണ്ടി ആദ്യമായിട്ട് വട്ടവടയിലേക്ക് കയറുകയാണ് ഗൈസ്. നമ്മിപ്പോൾ വട്ടവട എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ടോപ്പിൽ മിനി മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേ ആണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ വട്ടവടയിൽ കുറേ സ്റ്റേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും, അതായത് നല്ല ടോപ്പിൽ നല്ല കിഡിലൻ വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് മിനി മെക്സിക്കോ എന്ന് പറഞ്ഞത്. അതിൻ്റെ നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കടാ. പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്യും. പുള്ളി ഫോട്ടോസൊക്കെ അയച്ചുതരും. അടിപൊളിയാണ്. എന്താടാ സ്ട്രോബെറി? എടാ ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണ്ടാ. ഫോറസ്റ്റ് നാളെ വരാം. എത്ര രൂപ വേണം നിനക്ക്? സ്ട്രോബെറി തരുമോ? നീ എടുത്തിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇപ്പൊ ഇതിലേ കൂടി വരും ചിക്കൻ മേടിക്കാൻ വേണ്ടി പോണേ. എടുത്തിട്ടോ ഒരു 50 രൂപ സ്ട്രോബെറി എടുത്തിട്ടോ. 50 രൂപ 100 രൂപ കൊടുത്തോ. 100 രൂപ എടുത്തിട്ട് വേണം. എത്ര രൂപ വേണം? എന്നാ 150 രൂപ എടുത്തിട്ടോ. നീ എടുത്തിട്ടോ പൈസ എന്നിട്ട് ഞങ്ങക്ക് തരൂല്ലെങ്കിലാ. എടുത്തിട്ടോ ആ ചിക്കൻ വാങ്ങിച്ചിട്ട് വരാം. കാല് പെട്ടെന്നോ എടുത്തിട്ടോ. വരും അവനാള് കൊള്ളാല. ആൾക്കാർ പറ്റിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അവൻ്റെ നിന്ന് മേടിക്കാട്ടാ. ഇപ്പൊ ഇല്ല, അങ്ങോട്ട് പോട്ടെ. അവിടെ ഒരു ചിക്കൻ കടയുണ്ട്. ആ ചിക്കൻ കടയിൽ നമുക്ക് മേടിച്ചിട്ട് നമുക്ക് തിരിച്ചിങ്ങോട്ട് പോരാം. കുറച്ച് അരിയും കൂടി മേടിക്കണം ഗൈസ്. കുറച്ച് റൈസ് തിന്നാൻ തോന്നുന്നു. ഈ ബസ് വരുമ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെയാണ് KSRTC ബസ് നിർത്തണത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡാണ്. നമുക്ക് സൈഡ് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കുക. കുറച്ച് ഓഫ് റോഡാണ്. നമുക്ക് ഇവിടെ സൈഡിലിട്ടിട്ട് ചിക്കൻ കടയിൽ പോയി ചിക്കൻ മേടിച്ച് ഇവിടെ നിന്ന് കുറച്ച് അരി മേടിച്ച് നേരെ തിരിച്ച് പോട്ടാ. കഴിച്ച് ഇവിടെ ഒരു ചിക്കൻ കടയുണ്ട് കേട്ടോ. മുമ്പ് വരുമ്പോൾ ഞാൻ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് മേടിക്കണം. ഇവിടെ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കടയിൽ പോയി ചിക്കൻ മേടിക്കാം. ഗൈസ്, നമ്മ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാ. അപ്പോൾ നമ്മുടെ മച്ചാൻ ഇവിടെ എത്തിയിട്ടാ. സ്ട്രോബെറി മച്ചാൻ. അവനൊരു ഡയറി മിൽക്ക് മേടിച്ചു കൊടുത്തു. ബ്രോ കഴിച്ചോ. അവൻ സ്ട്രോബെറി തോട്ടത്തിലേക്ക് വരാനാ പറയണത്. നമ്മുടെ കുഞ്ഞേതിനെ അവിടെ കിടക്കണേ. നീ കൊണ്ടുവരാൻ എന്താടാ? ഓളാമേ സ്ട്രോബെറി മുത്ത് ഓടി വണ്ടി കയറിയിട്ടാ. തള്ളിയാ പെട്ട്. അടക്കാക്കിളീനെ കണ്ട. നേരത്തെ കൊച്ചിയിലൊക്കെ എന്തോരം ഉണ്ടായിരുന്നു കിളി. ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ.
உங்க பேர் எந்த? கர்னாஸ். கர்னாஸா? கண்ணாசா என்ன வயசு? நம்மளுக்கு பிரியாவுண்டு தங்கச்சி. தங்கச்சி இருக்கா? தங்கச்சி வெளிதாய். வெளிதாயா? என்ன வயசு? எத்தனை வயசு? எத்தனை வயசு உனக்கு? അതില്ല ഉനക്ക്. எனக்கு 10 வயசு. தங்கச்சி 7 வயசு. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 8ൽ പഠിക്കുന്നതാ? அங்க மூணாரோ வட்டவடையில? இல்ல இங்க ஊர்காடு. இங்க ஊர்ல ஸ்கூல் இருக்கா? இங்க ஊர்ல ஸ்கூல் இருக்கா? ஆம். எங்க கோவிலூரா? ஊர்காடு. ஊர்காடு. ஊർക്കാടാ? അയ്യോ ഫോണില്ല അവന് യൂട്യൂബ് ചാനൽ അയച്ചുതരാന്ന് പറഞ്ഞപ്പോ അവന് ഫോണില്ലാന്ന്. ബമ്പറടേ നമ്മ മിനി മെക്സിക്കോ കൂടെ വഴിയിൽ ഇറക്കാനാ പറയണ. അയ്യോ അങ്ങോട്ട് പോവില്ല. എങ്കെ പാത്തോ ഉണ്ടേ അങ്ങേതാ വരും അങ്ങേത് നീ എടുത്തു വരണം. കീഴെ പോവാത്. கீழ போங்க. കീഴെ പോവാൻ முடியாது. கீழ போக முடியாது. പിന്നെ എതുക്കടാ സ്ട്രോബെറി இருக்குன்னு சொல்லி. கீழ போடட்டா. இல்லடா நம்ம பொண்டாட்டி அங்கே வெயிட் பண்ணி இருக்குடா ரோட்டில. என்ன சேட்டானா? ഇവിടെയാണോ പൊണ്ടാട്ടിയാ മുഖ്യം സ്ട്രോബെറിയാ മുഖ്യം? ഇവിടെ ഒരുത്തേനാ? ഇവിടെയാണോ? ഇതിലെ കൂടിയാണെന്ന് പോകാൻ പറഞ്ഞത്. വണ്ടി പോകും. ഇങ്ങനെ പോകുമ്പോ അവനെ താഴത്തോട്ട് വരാനാ പറയണ കഴിച്ചു. നമുക്ക് താഴത്തോട്ട് പോകാനുള്ള ഇപ്പൊ സമയമില്ല. കാരണം ഇപ്പൊ 5:47 നമുക്ക് ഇനി അവിടെ ചെന്ന് കുക്ക് ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. സോ മച്ചാൻ സീനാണ്. ഹാപ്പി ആർക്കാ? നാളെ വരും 100 രൂപക്ക് നീ എടുത്ത് വെച്ചേക്കണം. വെച്ചേക്കോ? നാളെ പോ. നീ കാശി പോ. പേരെന്നാ? കർണാസ്. അടിപൊളി, സൂപ്പർ. ഹാപ്പി ആർക്കാ? ഹാപ്പി. ആ ഫ്രീ ആയി തന്നെ കൊഞ്ചം സ്ട്രോബെറി. 100 തന്നില്ലടാ. ഓക്കെ 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 ബൈ 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 ബൈ. ഗയ്സ് കാട്ടുപോത്തിക്കണ്ട അയ്യോ തൊട്ടടുത്ത്. എന്റെ പൊന്നെ സീൻ. ഗയ്സ് അറ്റാക്ക് മൂടാൻ നമ്മ അതെ കാട്ടുപോത്തിന്റെ ഒക്കെ അടുത്ത് വന്ന് നിന്ന് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ ഒന്നും എടുക്കരുതിട്ടാ ഗയ്സ്. അത് പണിയാണ്. ഇപ്പൊ വണ്ടിയിലാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും വണ്ടി അടിച്ച് പൊക്കിയെടുത്ത് കളയും. അത്ര പവറാണ് ഈ സാധനത്തിന്. കാരണം ചിന്നാർ ഫോറസ്റ്റിൽ ഒരു ദിവസം ഞങ്ങൾ തൂവാനം വാട്ടർഫോൾസിൻ്റെ അവിടെ ഒരു സ്റ്റേയിൽ പോയപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ട്. അപ്പോൾ പുള്ളി ഇതേപോലെ പറഞ്ഞതാണ്, മലയുടെ മേളിൽ നിന്ന് റോട്ടിലോട്ട് ചാടിയതാണ്. ഒരു ഇന്നോവയുടെ മേളിലാണ് വന്ന് വീണത് പോത്ത്. വണ്ടി വെറുതെ പപ്പടം പോലെ ആയിപ്പോയി. ആ റോട്ടിൽ കിടന്നപ്പോൾ ഇത് ആക്സിഡൻറ്റ് പറ്റിയതാണോ എന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ കാട്ടുപോത്ത് വന്ന് മേളിലോട്ട് ചാടിയിട്ടില്ലേ, വണ്ടി വെറുതെ പപ്പടം പോലെ ആയിപ്പോയി. അപ്പോൾ കാട്ടുപോത്ത് ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾ വിചാരിക്കണ പോലെ അല്ലട്ടാ. തൊട്ടടുത്ത് നിന്നൊന്നും ഫോട്ടോ എടുക്കരുത്, പണി പാലമ്പള്ളത്തിൽ കിട്ടും. നമ്മ താമസിക്കണം അവിടെ ചുറ്റും കാട്ടുപോത്തിട്ടാ. ദൈവം, ഇന്ന് കാട്ടുപോത്തിന്റെ ഒപ്പം ഉണ്ടോ നമ്മ താമസിക്കണത്. നമ്മ നിക്കണ സ്ഥലത്താണ്ടാ നോക്കിയേ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ കാട്ടുപോത്ത്. അവിടെ നിന്ന് ഫുഡ് അടിക്കണ്, അപ്പുറത്ത് നിന്ന് ഫുഡ് അടിക്കണ്. അടിപൊളി. ഇതു എവിടെ വന്നേക്കണ നീ? വട്ടവട. ഇതു വട്ടവടയില് നീ ആരടുത്ത് നിൽക്കണേ? കാട്ടുപോത്ത്. അയ്യോ, നീ കാട്ടുപോത്ത് ഓടി വരും. ഒരു ഫെൻസിങ്ങും ഇല്ലാത്ത സ്ഥലം. ഇത് വെറുതെ സീനാക്കണുള്ള നീ അലമ്പുണ്ടാക്കാൻ തുടങ്ങിയാടാ. നീ 7ാം മാസത്തിൽ നിന്നെ വട്ടവട വരെ ഞാൻ കൊണ്ടുവന്നു, എന്നിട്ട് നീ അലമ്പുണ്ടാക്കാനാണോ നീ? ഗൈസ്, അപ്പോൾ ഫുഡിന് ചിക്കനും കുറച്ച് റൈസൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ മാത്രമേ ഫെൻസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നിൽക്കണ ഏരിയ ഫെൻസിങ് അല്ല, അതായത് വണ്ടിയൊക്കെ ഇതിൻ്റെ പ്രൊട്ടക്ഷനിലല്ല കേട്ടോ. സോ നമുക്ക് ഫെൻസിങ്ങിൻ്റെ ഉള്ളിൽ കയറി നിൽക്കാം. ഈ ബിൽഡിങ്ങിൻ്റെ പുറകിൽ നിറച്ച് കാട്ടുപോത്താണ്ടാ. നമുക്ക് തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം. അത് അവിടെ നിന്ന് വിളിക്കണ്ട്, ജിമ്മിട്ടം കാട്ടുപോത്ത് നിൽക്കണ്ട അവിടെ. അടിപൊളി. എൻ്റെ ആടാ ഡേഞ്ചറാണ്. അയ്യോ, അവൻ ഡേഞ്ചറാണ്. ആ, ഇത് ഫെൻസിങ് ഓണാണോ ഇപ്പൊ? ഓണാക്കിട്ടില്ലേ? ജയ് ബ്രോ മുസൽമാനാ പോണത്. ആ, ചീറ്റി കൊണ്ടിപ്പോ വന്ന്. ഡേഞ്ചറാണല്ലേ? അടിപൊളി. എൻ്റെ പൊന്നോ, അച്ഛൻ ഡേഞ്ചറാണെന്നാണ് പറയണത്. ഫെൻസിങ് ഓണല്ലായിരുന്നു. നമ്മ അത് ഇതിൻ്റെ ഇവിടെ വന്ന് നിന്ന് പാലിച്ച് അവൻ ചീറ്റിക്കൊണ്ട് വന്നണ്ട. ആ, എൻ്റെ പൊന്നോ. ഗൈസ്, എല്ലാം അപ്പുറത്തെ മുട്ടക്കൊന്നിൽ പോയി നിൽക്കണ്ട കേട്ടാ. സീനണ്ട, കാട്ടുപോത്ത് നടന്നു പോയ വഴിയാണ്. അതിൻ്റെ പുല്ല് വരെ അതിൻ്റെ സൈസ് കൊണ്ട് തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ ഒരു തൊഴി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഗൈസ് ഒരു സാധനം നിൽക്കണണ്ട കിടക്കണതിൻ്റെ. അയ്യോ അയ്യോ നേരെ പറഞ്ഞു ഗൈസ്. സൈഡിൽ ഒരുത്തം വന്ന് നിൽക്കണണ്ട, നോക്കണണ്ട ഗൈസ്. നമ്മൾ സ്റ്റേജ് ചെയ്യണതിൻ്റെ തൊട്ടിപ്പുറത്ത് കാട്ടുപോത്ത് വന്ന് നിൽക്കണേണ്ട. ഒരെണ്ണമല്ല 2-3 ഉണ്ട്. നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. പുറത്തോട്ടിറങ്ങിയാൽ ചീറ്റിക്കൊണ്ട് ഓടി വരും. അവിടെ ഒരു പോത്തേക്കാണ്, ഇവിടെ ഒരു പോത്തേക്കാണ്. അതായത് ഇവിടെ 2 ഉണ്ടോ. ഇവന് എപ്പോഴും ഓടി വന്നേന്ന് പറയാൻ പറ്റില്ലേ. കാറടക്കം നോക്കി നമുക്ക് സൂം ചെയ്താലും എന്താ കാലുണ്ടോ. ഗൈസ് 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 ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിക്കണേണ്ട സീൻ കോണ്ട്ര. എൻ്റെ പൊന്നെ കാറ് കാട്ടുപോത്ത്. ഒടുക്കത്തെ ട്രാപ്പ് കാറ്. ഈ സീൻ നോക്കി, കാറിൻ്റെ തൊട്ട് മുമ്പിൽ കാട്ടുപോത്ത്. സീൻ നോക്കി. ഉയ്യോ പണി പാലും വെള്ളത്തിലായിട്ട്. അയ്യോ വണ്ടി എൻ്റെ കുട്ട, ആ വണ്ടിയിലൊന്ന് തോണ്ടല്ലേ, പെട്ടുപോയി ഞാൻ. എൻ്റെ ദൈവം ഞാൻ കണ്ടില്ലത്. മിണ്ടല്ലേട്ടാ കാറിട്ടൊരു കുത്തുതി കഴിഞ്ഞാൽ പെട്ടു ഞാൻ. അപ്പുറത്തൊക്കെ നിൽക്കണം. എൻ്റെ പൊന്നെ നമ്മുടെ കാറ്. അതാണ് 2 ഉണ്ട് കേട്ടോ. ജിമ്മിട്ട സാധനം 2. ഗൈസ് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്ടോ. ഫോറസ്റ്റിൻ്റെ ട്രാവൽ വീഡിയോസ് ഞാൻ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്, അത് ഫെൻസിങ് ഒന്നും ഇല്ല ചുറ്റും. സോ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടാ ഇത്ര നേരം ബാൽക്കണി ഇരിക്കണമായിരുന്നു. ഇപ്പോൾ നിൽക്കണ സാധനത്തിനെ നോക്കി ചിമ്മിട്ട സാധനങ്ങൾ. എല്ലാവരും ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് സൗണ്ട് ഉണ്ടാക്കി. ഗൈസ് ആ ചേട്ടൻ അങ്ങോട്ട് വന്നോ കുഴപ്പമില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് സൈലൻ്റ് ആയിട്ട് വരാൻ പറഞ്ഞേട്ടാ. സോ നമ്മ അങ്ങോട്ട് പോകണേണ്ട. മച്ചാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. സൈഡിൽ കൂടി പോരി. പെട്ടെന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ പോണേണ്ട. ഇപ്പുറത്ത് ഫെൻസിങ് ആണ്. അവൻ നിൽക്കണ നോക്കി അവിടെ. എൻ്റെ പൊന്നെ ഗൈസ് നമ്മൾ ഫുഡ് അടിച്ചിട്ട് വരാട്ടാ. പാവം ഉണ്ടാവും, ഒന്നും ചെയ്തില്ല. നമ്മൾ സൈഡിൽ കൂടി വരാൻ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കരുത്, ഡിസ്റ്റർബ് ആയിരുതെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടാ. അതുകൊണ്ട് നമ്മൾ സൈഡിൽ കൂടി വന്ന് ഇതിലേക്ക് കൂടി വന്നിട്ടാ. പുള്ളി വന്നിട്ട് നമ്മളെ വിളിക്കാൻ വേണ്ടി. പുള്ളിയുടെ ധൈര്യത്തിൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. നോ പ്രോബ്ലം. നമ്മുടെ ഏതാ കുഞ്ഞ് ഇവിടെ ഉണ്ട് കേട്ടാ. ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പായി. നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോകണേട്ടാ. നമുക്കിവിടെ റെസ്റ്റോറൻറ്റ് സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ. ഇവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. നമ്മുടെ ചേട്ടന്മാരവിടെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടന്മാരെല്ലാം കുക്ക് ചെയ്ത് നമുക്ക് ഫുഡൊക്കെ സെറ്റാക്കണേണ്. നമുക്ക് പാക്കേജിൽ ചപ്പാത്തി മുട്ടക്കറി മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നമ്മൾ ചിക്കൻ മേടിച്ച് കൊടുത്ത് ചേട്ടന്മാർ കുക്ക് ചെയ്ത് തന്നിട്ടാ അവിടെ. അടിപൊളി. ഇനി എന്തായാലും ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം കേട്ടോ. പിന്നെ ഇതിന് ഹാപ്പി ആയിട്ട് കിടക്കണേണ്ട ഗൈസ്. കേട്ടാ എവിടെയാണ് തണുക്കണുണ്ടോ നിനക്ക് തണുക്കണുണ്ടാടാ നിനക്ക്. അടിപൊളിയാണ്ടാ. നമ്മ കാട്ടുപോത്തൊക്കെ പുറത്ത് നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. റൂം ഇതാണ്ടാ. റൂം ഞാൻ രാവിലെ കാണിച്ചതാടാ. ഞാൻ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലട്ടാ. സോ നമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഥയും പറഞ്ഞിരിക്കണേണ്ട. അടിപൊളിയാണ്ടോ. ഇപ്പുറത്തെ റൂമിലൊരു ഫാമിലി ഗസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ അവർ വണ്ടിയായിട്ട് വന്ന് നിൽക്കണേണ്. കൂട്ടത്തോടെ കാട്ടുപോത്ത് വന്ന് റോട്ടിൽ തന്നെ, അത് നമ്മൾ വന്ന വഴി തന്നെ നിൽക്കണേണ്ട. കാട്ടുപോത്ത് നിൽക്കണേണ്ട. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പി സ്ഥലം നോക്കിയാൽ നമ്മൾ താമസിക്കണേൻ്റെ. രാവിലെ ഇപ്പോൾ ആ സൂര്യൻ ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ വാട്ട് എ വണ്ടർഫുൾ ഷോട്ട്. ലൈക്ക് വെരി വെരി ബ്യൂട്ടിഫുൾ. സൂര്യമാമൻ പൊളിയാട്ടാ. നല്ല തണുപ്പാണ്ടാ, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്.
ഈ പുല്ലിലൊക്കെ ഇല്ല ഇങ്ങനെ മണ്ണ് തുളുമ്പി കിടക്കണേ. പിന്നെ അപ്പുറത്ത് കുറേ മഷ്റൂമുകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും പറിക്കാൻ പാടില്ല, പറിച്ചാൽ കേസാവും. ഈ പുല്ലിലൊക്കെ ഉണ്ടോ ഇങ്ങനെ മഞ്ഞ് തുള്ളികൾ തുളുമ്പി നിൽക്കുന്നു. നമ്മൾ നിന്ന സ്ഥലം അവിടെ ഉണ്ടോ, ഈ അവിടെ നിന്ന് പുകവുണ്ടല്ലോ. അവിടെ വേണ്ട ഇപ്പം എൻ്റെ ഇന്ന് പുകവണണ്ട, വായിന്നൊക്കെ പുകയാണ് പോണേട്ടാ. നമ്മുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, വേറെ ഗസ്റ്റ് ഉണ്ട് ഇപ്പുറത്ത്. ചുറ്റും കാടിനുള്ളിൽ ആഹാ അടിപൊളി. ഇവിടെ ചെറുതായിട്ടൊന്ന് പുകയ്ക്കണുണ്ട്, അപ്പോൾ അവിടെ ചൂട് കൊള്ളാൻ വേണ്ടി ഇരിക്കണേ. സൂര്യൻ വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. എയ്തം കുഞ്ഞ് രക്ഷയില്ലട്ടാ. എയ്തം കുഞ്ഞ് ഒരു ദിവസം കുഴപ്പമില്ല, അവന് തണുപ്പും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല. ഗൈസ് ഇതാണ്ടാ നമ്മൾ നിന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ കോട പോണണ്ട. അതായത് എന്താ സംഭവം എന്നറിയോ, നമുക്ക് ഈ ഷീറ്റിൽ മൊത്തം ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കണല്ലോ. അപ്പം സൂര്യൻ വന്ന് തട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇത് വന്നേട്ടാ, ആവിപ്പ് വന്നതാണ്, പുക പോലെ പോണേണ്ട. ചെറിയൊരു ചൂട് തട്ടുമ്പേ വേണ്ട ഈ പുല്ലിന്നൊക്കെ പോണണ്ട. ഇപ്പോൾ വേണ്ട പുല്ലിന്നൊക്കെ ഇങ്ങനെ മഞ്ഞ് മാറണേണ്ട. നല്ല കാഴ്ചയും. കാട്ടുപോത്തൊക്കെ അപ്പുറത്തേക്കാണ് കേട്ടോ. രാത്രി ഫുള്ള് കാട്ടുപോത്ത് ഇങ്ങനെ നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ നിന്നായിരുന്നു. ഇന്നലെ ഒരു കാട്ടുപോത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി വന്നേണ്ട. എൻ്റെ പൊന്നെ, ഞങ്ങൾ ജനാലിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നോക്കിയത്. പിന്നെ ഇവിടുത്തെ ചേട്ടൻ വന്ന് ഓടിച്ച് മാറ്റിയിടാം. ഗൈസ് ഇത് നിൽക്കുന്ന സാധനത്തിന് ആർക്കെങ്കിലും വല്ല പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണം കേട്ടാ. ഇത് നിൽക്കുന്ന സാധനത്തിനാണ്. എന്തായാലേ ഇവിടെ ഇഷ്ടം മാലയുണ്ട്. ഗൈസ് നമ്മുടെ ആനവണ്ടി വന്നെ നോക്കി. ഇതാണ് നമ്മുടെ സ്ഥലം. ഒന്നും കൂടി ഞാൻ കാണിച്ചേക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള സ്റ്റേ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് ബുക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റ് വന്നിട്ടായാലും നമുക്ക് ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഫുഡൊക്കെ വെച്ച് തരാൻ നമ്മുടെ സുധാകരൻ ചേട്ടൻ ഉണ്ടാവട്ടെ ഇവിടെ. അപ്പം എല്ലാവരും വരെ അടിച്ചു പൊളിക്കുക അല്ലേ. ഏച്ചി ഇവിടെ കുറേ ഉണ്ട് കേട്ടോ മങ്കീസ്, കാട്ടുപോത്ത്. ഇപ്പം അവിടെ നിന്ന് പോയിട്ടാ. അടിപൊളി. കൊള്ളാല്ലേ, ഒരു കൂട്ടമുണ്ട് കേട്ടോ. ഫുഡ് അടിക്കാൻ സമയമായി 9:48 കേട്ടോ. ഞങ്ങൾ കുളിച്ച് ഫ്രഷായി, ഞങ്ങൾ ഫുഡ് അടിച്ച് ഇനി പയ്യെ സ്കൂട്ടാനുള്ള പരിപാടിയാണ്. നേരെ കൊച്ചിയിലേക്കാണ്. പുട്ടും കടല പുട്ടും കടല എല്ലാവരും അടിച്ച് കയറ്റുണ്ട്. സൂപ്പറാണ്. ഗൈസ് ഒരു ഹാപ്പി ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ. അവരൊക്കെ യാത്ര പറഞ്ഞ് പോവുകയാണ് ഗൈസ്. നമ്മളും പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നു ഗൈസ്. ഷാജിക്ക് ആൻഡ് ഫാമിലി അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പം സമയം 4:43. പിറ്റേ ദിവസം ഉണ്ടാ, അതായത് ഒരു ദിവസം കൂടി ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം. ഞാൻ പോയി ബില്ലടച്ച് സെറ്റാക്കി. അപ്പോൾ നാളെ ഞങ്ങൾ പോകണുള്ളൂ. പിന്നെ കാണാനുള്ള കാഴ്ചകൾ കാട്ടുപോത്തും കരിങ്കുരങ്ങും. പിന്നെ ഇന്നലെ രാത്രി 12 മണിയൊക്കെ ആയപ്പോൾ മ്ലാവ് വന്നായിരുന്നു കുറച്ചിട്ടാ. പിന്നെ അവിടെ ഒരു കടുവ ഒരു മ്ലാവിനെ ആക്രമിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും അനുമതിയൊന്നും ഇല്ലടാ. ഗൈസ് അന്നത്തെ ദിവസം വൈകിട്ട് ഞങ്ങളൊന്ന് ചുമ്മാ വട്ടവടെയൊക്കെ കറങ്ങി. പിന്നെ തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുണ്ട് ഇത്. ഒരു കൂട്ടം കാട്ടുപോത്ത് ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ. ഗൈസ് ഇവിടെ ഒരു നേച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്ടാ. ചുമ്മാ ഇതിലേ കൂടിയൊക്കെ ഒന്ന് കയറി എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ഉണ്ടാന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്ടാ. ഒന്ന് ഉള്ളിൽ കാണിക്കാൻ. ഗൈസ് ഇവിടെ ഡോർമിറ്ററി സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എത്ര ബെഡ് ഉണ്ട് ഇവിടെ? 50 ബെഡ് ഉണ്ടല്ലേ. ഓ 50 പേർക്ക് സ്റ്റേ ചെയ്യാട്ടോ. അപ്പോൾ വലിയ പരിപാടിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാട്ടോ. അടിപൊളി. ഓ ഇതാണല്ലേ സെറ്റപ്പ്. ഉള്ളിലുണ്ട്, ഉള്ളിൽ ടോയ്ലറ്റ്സോ. ഇവിടെ ടോയ്ലറ്റ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത്ര ടോയ്ലറ്റ്സ് ഉണ്ട്, ലാഭിച്ചാണ്. അപ്പോൾ 50 പേരൊക്കെ ഇട്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ അടിക്കാട്ടോ. അടിപൊളി. അന്ന് പരിപാടി ഉണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം.
നിങ്ങൾ വരുന്ന സമയത്ത് ക്യാമ്പ് അവർക്ക് കൊടുക്കുള്ളൂ. അങ്ങനെ കൊടുക്കുള്ളൂ അല്ലേ? അയ്യോ അപ്പൊ പണിയാണ്. അത് അങ്ങനെയാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന പിള്ളേർക്കാണ്. ഓക്കെ, 50 പേർക്ക് സ്റ്റേ ചെയ്യാം അല്ലേ? അടിപൊളി. അത് ഒന്ന് വിളിച്ച് നേരത്തെ അന്വേഷിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ക്യാമ്പ് കയറി മനസ്സിലായി പോകും. ഓക്കെ, ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുഭാഷ്. സുഭാഷ് ചേട്ടൻ. ഓക്കെ ഇവിടെ വരണമെന്ന് ഈ വെക്കേഷന്റെ ഗൈസ്, ഇപ്പോൾ 2 ഡോർമെറ്ററി അവൈലബിൾ ആണ്. അതിൽ 50 പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പെർ ഹെഡ് 500 റുപ്പീസാണ്. ഫുഡിന് എക്സ്ട്രാ വരും കേട്ടോ. ഇവിടെ 2 കിളിയിരിക്കണ എനിക്ക് തോന്നുന്നത് ഡിസംബറിലൊക്കെ കഴിയുമ്പോഴേ ഈ പുല്ല് ഫുള്ള് മറ്റേ മഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂടി കിടക്കണായിരിക്കും. മൂന്നാറിൽ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, വൈറ്റ് മറ്റേ മഞ്ഞുകൊണ്ട് മൂടി കിടക്കണ മൂന്നാറിൽ കാശ്മീർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ കണ്ടായിരുന്നില്ലേ. ആ സ്ഥലമുണ്ട് ഇത്. അപ്പോൾ ഈ പുല്ലിലൊക്കെ ഫുള്ളിങ്ങനെ വൈറ്റ് മഞ്ഞിങ്ങനെ ഐസ്. നമുക്ക് കാശ്മീർ പോകേണ്ട കാര്യമില്ല, നമുക്ക് മൂന്നാറിൽ തന്നെ കാണാൻ. അത് നമ്മുടെ വട്ടവടയിൽ തന്നെ കാണാനുള്ള ഓപ്ഷനാണ് കേട്ടോ. അതായത് 50 പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 10-60 പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഈ വട്ടവടയിൽ നമ്മൾ പോകുന്ന ഫോറസ്റ്റിൻ്റെ നടുക്കായിട്ട് തന്നെ. ഇതൊക്കെ തന്നെ കാഴ്ചകൾ. പിന്നെ ഡിസംബറിലാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. അത് ഒരിക്കലും മിസ്സാക്കരുത്. ഡിസംബറിൽ നിന്ന് വട്ടവടയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വൈബാണ്, വേറെ വൈബാണ്. ഞാൻ എന്തായാലും ഡിസംബറിൽ വരും. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക. ഡിസംബറിൽ വന്ന് ഇവിടെ ഫുള്ള് മഞ്ഞിങ്ങനെ പൊതച്ച് കിടക്കണ കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയും ചെയ്യും. ഇതാണ് പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലാണ് സ്റ്റേ വരുന്നത്. വൈൽഡ് ലൈഫ് ഡിവിഷൻ മൂന്നാർ. നമുക്ക് ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാം, ഡയറക്റ്റ് വന്നും ബുക്ക് ചെയ്യാം. ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാടാ. അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇവർ പറഞ്ഞത് സ്കൂളിലെ പിള്ളേർ നാച്ചുറൽ ക്യാമ്പിന് വേണ്ടി വരും. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കാണ് പ്രയോറിറ്റി. നമുക്ക് ആ സ്റ്റേ മാറ്റി വെക്കേണ്ടി വരും ആ ദിവസത്തെ. സോ നിങ്ങൾ വിളിച്ച് നോക്കുക, നാച്ചുറൽ ക്യാമ്പ് വല്ലതും ഉണ്ടോ സാറേ, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയൊക്കെയാണ് പരിപാടി. പെർ ഹെഡ് 500 റുപ്പീസ് ഇതാ. പിന്നെ ഇവിടെ കാട്ടുപോത്ത്, മ്ലാവ്, കരിങ്കുരങ്ങ്, സാധാരണ കുരങ്ങ്, ഈ 4 ഞാനിപ്പോൾ വന്നപ്പോൾ കണ്ടത്. പിന്നെ മുള്ളമ്പന്നീനെയും കണ്ട്, കാട്ടുമുയലിനെയും കണ്ടിട്ടാ. അത് രാത്രി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. കാറിൽ അങ്ങ് ഒന്ന് കറങ്ങിയപ്പോൾ കണ്ടതാണത്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഇവിടെ കണ്ടത്. പിന്നെ അവിടെ ഒരു ടൈഗർ ഹണ്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങോട്ടേക്ക് ആർക്കും അലൗഡ് അല്ല. ഒരു കാട്ടുപോത്തിനെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. സോ അത് നമ്മുടെ ചേട്ടച്ചാരൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ആർക്കും അലൗഡ് അല്ലാത്തതുകൊണ്ടും വേറെ അവരെ സ്റ്റാഫിനെ പോലും അങ്ങോട്ട് വിടൂല. അപ്പോൾ ആ ഏരിയയിലോട്ട് നമുക്ക് പോകാനും പറ്റില്ല. ടൈഗറും ഉണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ മേളിൽ ഒരു സ്റ്റേ കണ്ട്, ബൈസൺ ലോഗ് ഹൗസ് കണ്ടോ. ഇതിൻ്റെ മേളിൽ ഒരു സ്റ്റേ ഉണ്ട്, ബൈസൺ ലോഗ് ഹൗസ്. അതും നിങ്ങൾക്ക് ഈ മൂന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാട്ടോ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് അവിടുത്തെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് നേരെ അവിടെ കാണണം, നേരെ അങ്ങ് ദൂരെ ഒരു മുള കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കണ്ട. അങ്ങോട്ടേക്ക് ഒരു പൊളാറിസ് റൈഡ് ഉണ്ട്. അതായത് പഴയ കൊടൈക്കനാൽ എസ്കേപ്പ് റൂട്ടാണ്ടാ. അത് കാടിൻ്റെ ഉള്ളിൽ കൂടി എന്ത് രസമെന്ന് അറിയുമോ, ഞാൻ പോയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഒരു ആക്ടിവിറ്റീസും കൂടി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഗൈസ്, ഞങ്ങൾ 2 ദിവസം ഉണ്ട് ഇവിടെ സ്റ്റേ ചെയ്തത്. 2 ദിവസം. കാരണം അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്ര പീസ്ഫുള്ളാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് 2 ദിവസം ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് നല്ല രസമായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ 2ാം ദിവസമാണ്. ഞങ്ങളതേ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാൻ പോണേ. 5 ദിവസമായി ഇപ്പോൾ നമ്മൾ ട്രിപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട്. സോ ഇന്ന് നേരെ വീട്ടിലേക്ക് കണ്ട. എന്തായാലും നമ്മൾ താമസിച്ചത് ഇവിടെയാണ്. ഇവിടെ അടിപൊളിയാണ്. ബാക്കിൽ നല്ല പുൽമൈതാനമാണ്. സോ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം. നിങ്ങൾക്കിപ്പോൾ കാറും ബൈക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KSRTC ബസ്സിലാണെങ്കിലും ഇവിടെ എത്തിച്ചേരാടാ. ഇവിടെ നിർത്താൻ പറഞ്ഞാൽ മതി. നമ്മുടെ പാമ്പാടും ഷോല നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ നിർത്താൻ പറഞ്ഞാൽ മതി. അന്നേരം നിങ്ങൾക്ക് സ്റ്റേയിലേക്ക് കയറാം. ഇവിടെ ചേട്ടന്മാരുണ്ടാവും. ആ ചേട്ടന്മാർക്ക് നിങ്ങൾ ബുക്ക് ചെയ്ത കാര്യം കാണിച്ചു കൊടുക്കുക. ഇവരപ്പോൾ തന്നെ ഫോൺ വിളിച്ച് ഇൻഫോം ചെയ്ത് സെറ്റാക്കി തരാം. എന്തായാലും ഞങ്ങൾ നിന്ന സ്ഥലം വാസ് വെരി വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് നമ്മുടെ കാർ കിടക്കണ കണ്ടോ, എന്തൊരു രസമാണ് ഈ സീനറിയിൽ കിടക്കണ കാണാൻ. ഔഫ്, അടിപൊളി. ഗൈസ് ചെന്നായ ആക്രമിക്കാൻ പോകണം മ്ലാവിനെ.
എന്റെ പൊന്നോ, ഉയ്യോ, വളച്ച് പിടിച്ച് ഗൈസ് കിടില ഹണ്ടിങ് ആണ്ടാ. അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. കിടില ഹണ്ടിങ് ആട്ടാ നടക്കണത്. ഓടി രക്ഷപ്പെടണ പൊട്ട ഗൈസ്. ആ മ്ലാവിനെ കീഴ്പ്പെടുത്താനായിട്ടാ, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സീനാ. എൻ്റെ പൊന്നോ, കിടില സീനാട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഗൈസ്. എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. നല്ല അടിപ്പാൻ ഹണ്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെയാണ് മോനെ. അതിന്റെ ബാക്കിൽ നിന്നൊക്കെ കടിച്ചടാ. എൻ്റെ പൊന്നെ ഗൈസ്, ഇവിടെ ഒരു മ്ലാവ് നമ്മുടെ ഇതിലേക്ക് കൂടി ചാടി ഇറങ്ങി ഓടിയിട്ടാ. എന്നിട്ട് ഇപ്പം അവിടെ ഹണ്ടിങ് കിടക്കണേ. ചുറ്റിനും നമ്മുടെ ചെന്നായ കൂട്ടങ്ങളെ. പൊന്നോ, പാടിച്ചേ ഇങ്ങോട്ടോ. ഒന്ന് കൊല്ല വിളിച്ചിട്ടേനാ. അത് തീരും. എല്ലാം മൂത്തിട്ടൊക്കെയാണ് കടിക്കണത്. എൻ്റെ പൊന്നെ, കിട്ടണ്ടാ രക്ഷയില്ല അല്ലേ? അത് തീരുമല്ലേ? വെള്ളത്തിൽ കിടന്നുള്ള ഹണ്ടിങ്ങാണ് നടക്കുന്നത്. അവിടെ ഒരുത്തുന്ന നോക്കിക്കണണ്ട, പ്രൊട്ടക്ഷൻ കൊടുക്കണത്. ചുറ്റിനും നിൽക്കണ്ടല്ലേ? പെട്ടെന്നൊക്കെയാണ് വീട്ടിലെ ഹണ്ടിങ്. ഒരു 10 ഉണ്ടെന്നോളെ ചുറ്റിനും ഇരിക്കണേണ്ട. എൻ്റെ പൊന്നെ, അതിൻ്റെ ചുറ്റിനുമാ. എൻ്റെ പൊന്നോ, അവൻ്റെ ആക്രമണം കഴിഞ്ഞ് അവനെ എണീറ്റ് നോക്കിയേ. ഇഷ്ടംമാരി. ദൈവമേ, അവന്മാരതിനെ വലിച്ച് കയറ്റിയിട്ടാ, കരയിലോട്ട് വലിച്ച് കയറ്റി. അത് വീണ് പോയി. കണ്ണിലൊക്കെ പിടിച്ച് കടിച്ച് നശിപ്പിച്ച്. എൻ്റെ പൊന്നെ, ഗൈസ് കണ്ട ഗൈസ്, അടിപൊളി കാഴ്ച നമുക്ക് കിട്ടിയത്. കാട്ടുപോത്ത് ഫ്രണ്ടിൽ വന്ന് നിൽക്കണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഹണ്ടിങ് ആയിരുന്നു കേട്ടാ. വൈൽഡ് ഡോഗ് നമ്മൾ ആവിനടിച്ച് സീനാക്കി. ഇതിപ്പോൾ അവിടെ കിടക്കണേണ്. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാർ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. നമ്മളിങ്ങോട്ട് പോകുന്നിട്ടാ. അപ്പോൾ ഇതൊക്കെയുണ്ട കാഴ്ചകൾ. ആ വൈൽഡ് ഡോഗ്സില്ലേ, ആ കുറുക്കന്മാരല്ല വൈൽഡ് ഡോഗ്. അവന്മാർ ഇതിലേ കൂടിയാണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഓടിപ്പോയത്.
അപ്പോൾ കറക്റ്റ് സമയത്ത് അവിടെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കണോണ്ട് കാണാൻ പറ്റി. ഗൈസ് ഞാൻ ആ ഫോറസ്റ്റ് ഓഫീസർമാരുടെ ഒപ്പം അവിടെ പോയി നോക്കിയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, ആ ഒരു മ്ലാവ് ഇതിലെ കൂടി ഓടിപ്പോയ മ്ലാവല്ല അവിടെ കിടക്കണം. ഇപ്പം അടിച്ചെല്ലാം നശിപ്പിച്ചിട്ടില്ലേ. ഇത് എന്ത് ദുഷ്ടന്മാർ നോക്കി കിടക്കണണ്ടാ, കണ്ടാ മൊത്തം കിടക്കണണ്ടാ. എൻ്റെ പൊന്ന് ഗൈസ്, എല്ലാ ഇറച്ചി കഷ്ണങ്ങളും ചോരയെ കുളിച്ച് കിടക്കണം. ഇപ്പോൾ ആ വെള്ളം മൊത്തം ചോരയായി. എനിക്ക് കാണാനുള്ള ശക്തിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും പോവാം ഇവിടെ. അപ്പോൾ ചമരെ അധികം വലിച്ചിട്ട് കൊള്ളാക്കുള്ള അടുത്ത വീഡിയോ കാണുന്നവരെ ബബ്ബായിടാ. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ മച്ചന്മാർക്കും നന്ദി ഉണ്ടിട്ടാ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫോറസ്റ്റ് ടൈപ്പ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ ഇതേപോലെ ഫോറസ്റ്റിലാണ് കൂടുതലും വന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. കാരണം കാടിനോട് ഭയങ്കര പ്രണയമാണ്. സോ ഇനിയും നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോട്ടെ മച്ചന്മാരെ.